Welcome back to CS Bits, the Complete IT Solution Education channel. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെലക്റ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഇവിടെ ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ശരിയാവുന്നത് വരെ, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാവുന്നത് വരെ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റോ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ഇറ്ററേറ്റീവ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലാണുള്ളത്: എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. ഇനി എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്താണെന്ന് നോക്കാം. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എൻട്രിയിൽ തന്നെ കൺട്രോൾ ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനാണല്ലോ നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഇവിടെ ഈ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നതിൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമാണ് ആ ബോഡി ഓഫ് ദി ലൂപ്പ് അല്ലെങ്കിൽ ആ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമുക്ക് ആ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ഫോറും വൈലും അതിന് എക്സാമ്പിളാണ്. ഇനി രണ്ടാമത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് നോക്കാം. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടീഷൻ തെറ്റാണെങ്കിലും ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, ആ ലൂപ്പ് ബോഡി അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ വർക്ക് ചെയ്യും. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഡു വൈൽ ലൂപ്പ്. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ആദ്യം തന്നെ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് അങ്ങനെയില്ല. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആദ്യം ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടീഷൻ തെറ്റാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും, അവിടെ ലൂപ്പ് ബോഡി അവിടെ വർക്ക് ചെയ്യും. ഇനി ലൂപ്പിൻ്റെ ഏതൊരു ലൂപ്പാണെങ്കിലും, ഫോർ ആണെങ്കിലും വൈലാണെങ്കിലും ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും അതിന് 4 എലമെൻറ്റ്സ് ഉണ്ട്: ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു വേരിയബിളിന് അല്ലെങ്കിൽ ലൂപ്പിന് നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പ് എത്ര പ്രാവശ്യമാണ് വർക്ക് ചെയ്യേണ്ടത്, റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ് ബോഡി എന്നാണ് അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണല്ലോ ലൂപ്പിന് പറയാം. അപ്പം നമുക്ക് എത്ര പ്രാവശ്യമാണ് ലൂപ്പ് വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എക്സിക്യൂഷനിലും ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നിലധികം തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കാം. 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 മുതൽ 10 വരെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ എത്രയാണ്, 1 ആണ്. എൻഡിങ് വാല്യൂ എത്രയാണ്, 10 ആണ്. മീൻസ് 10 വരെയാണ് നമുക്ക് വേണ്ടത്. ആ 1 10 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, അതായത് ഓരോ സ്റ്റെപ്പിലും 1 വെച്ച് കൂട്ടി കൊണ്ടുവന്നു അല്ലേ. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിംഗ് വാല്യൂ 1 എന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇനീഷ്യലൈസേഷൻ. ലാസ്റ്റ് വാല്യൂ 10 ആയിരുന്നോ എന്ന് നോക്കി അല്ലെങ്കിൽ 10 വരെ എന്നുള്ളതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ. ഓരോ സ്റ്റെപ്പിലും ഇപ്പോൾ 1 2 ആവാൻ എന്താ ചെയ്തത്, അത് കൂടെ 1 വെച്ച് കൂട്ടി. 2 3 ആവാൻ എന്താ ചെയ്തത്, 1 വെച്ച് കൂട്ടി. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും +1 വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ് ചെയ്തത്. അതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്യുക, 1 2 3 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കാം, ഓരോ ലൂപ്പുകൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്.
ഈ എൻട്രി കൺട്രോൾ ലൂപ്പായിട്ടുള്ള ഫോറിൻ്റെ ഉള്ളിലാണ് ലൂപ്പ് ഇലമെൻറ്റ്സ് ഉണ്ടാവുക. അതായത് ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ഉള്ളത് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഫോർ ഇനീഷ്യലൈസേഷൻ സെമിക്കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ അപ്ഡേറ്റ്. പിന്നെ നമ്മൾ ആ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ബോഡി ഓഫ് ദി ലൂപ്പ് കേളി ബ്രേസ് ക്ലോസ് ചെയ്തു. ഇവിടെ ലൂപ്പ് ബോഡിക്ക് അല്ലെങ്കിൽ ആ ലൂപ്പിലുള്ള വാരിയബിളിന് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്നതാണ് ഇനീഷ്യലൈസേഷൻ. നമ്മൾ ആ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുക, ലൂപ്പ് ബോഡി കണ്ടോ, ബോഡി ഓഫ് ദി ലൂപ്പ് കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്യേണ്ടത്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ബോഡി ഓഫ് ദി ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ ആ ബോഡി ഓഫ് ദി ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ. അതൊരു കണ്ടീഷനാണ്. പിന്നെ അപ്ഡേഷൻ, അതായത് ഓരോ സ്റ്റെപ്പിലും ലൂപ്പ് കൺട്രോൾ വാരിയബിളിൻ്റെ വാല്യൂ എന്താണ് ചെയ്യേണ്ടത്, കൂടുകയാണോ വേണ്ടത്, കുറയുകയാണോ വേണ്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ n ഈസ് ഈക്വൽ ടു 1, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, n പ്ലസ് പ്ലസ്. കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, ലൂപ്പ് ബോഡിയിൽ സി ഔട്ട് n സ്ലാഷ്. 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ, ഇനീഷ്യൽ വാല്യൂ ആണ് 1. ഈ n എന്ന് പറയുന്നത് 10 പ്രാവശ്യമാണ് വർക്ക് ചെയ്യേണ്ടത്. ലൂപ്പ് ബോഡി നമുക്ക് എത്ര വർക്ക് ചെയ്യണം, 10 പ്രാവശ്യം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നത്. പിന്നെ n പ്ലസ് പ്ലസ് ആണ്. n പ്ലസ് പ്ലസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതായത് n കൂടെ 1 വെച്ച് കൂട്ടുക. അത് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഓരോ സ്റ്റെപ്പിലും n കൂടെ 1 വെച്ച് കൂട്ടുക. കാരണം ആദ്യം n-ൻ്റെ വാല്യൂ 1 ആണ്, പിന്നെ അടുത്ത ഇറ്ററേഷനിൽ അല്ലെങ്കിൽ അടുത്ത എക്സിക്യൂഷനിൽ n-ൻ്റെ വാല്യൂ 2 ആണ് ആവേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു. ഇനി ലൂപ്പ് ബോഡിയിൽ n അവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും n-ൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് സ്ക്രീനിൽ പ്രിൻ്റ് ആവും. ഇനി അടുത്തത് വൈൽ ലൂപ്പാണ്. വൈൽ എന്ന് പറയുന്നതും ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും, അതിനുശേഷമാണ് ബോഡി ഓഫ് ദി ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, സിൻടാക്സ് നോക്കുക. വാരിയബിൾ ഇനീഷ്യലൈസേഷൻ നമ്മൾ വൈൽ ലൂപ്പ് തുടങ്ങുന്നതിൻ്റെ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് മുന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ ലൂപ്പിലാണെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയാണ് കൊടുത്തിരുന്നത്. വൈലിലാണെന്നുണ്ടെങ്കിൽ വൈൽ ലൂപ്പിൽ വാരിയബിൾ ഇനീഷ്യലൈസേഷൻ നമ്മൾ വൈൽ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നെയാണ് കൊടുക്കുക. പിന്നെ വൈലിൽ ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തു, ബോഡി ഓഫ് ദി ലൂപ്പും വാരിയബിൾ അപ്ഡേഷനും. അപ്പോൾ ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ ലൂപ്പ് ബോഡിയുടെ ഉള്ളിലാണ്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യും, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമാണ് ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. കണ്ടീഷൻ തെറ്റാണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യില്ല. അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രിയിൽ തന്നെ കൺട്രോൾ ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൺട്രോൾ ചെയ്യും. എക്സാമ്പിൾ നോക്കാം. ഇൻഡ് n ഈസ് ഈക്വൽ ടു 1, അത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. n ആണ് അവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, n എന്ന് പറയുന്നത് 10 ഈക്വലോ അല്ലെങ്കിൽ 10 താഴെ തന്നെ അല്ലേ നോക്കി. അതാണെങ്കിൽ n അവിടെ ഓരോ സ്റ്റെപ്പിലും പ്രിൻ്റ് ചെയ്യും. n പ്ലസ് പ്ലസ് ഓരോ സ്റ്റെപ്പിലും 1 വെച്ച് കൂടി വരും. ഇനി എടുത്തത് ഡു വൈലാണ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം മാത്രമാണ് ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ സിൻടാക്സ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. വാരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു, ഡു എന്ന കീവേഡ് യൂസ് ചെയ്തു, പിന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ വാരിയബിൾ അപ്ഡേഷൻ കൊടുത്തു. പിന്നെ ആ ബോഡി ഓഫ് ദി ലൂപ്പ് കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ വാരിയബിൾ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് നേരെ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണ്ടീഷൻ അവസാനമാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ബോഡി ഓഫ് ദി ലൂപ്പ് അറ്റ്ലീസ്റ്റ് ശരിയായി, കണ്ടീഷൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ബോഡി ഓഫ് ദി ലൂപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ അവിടെ വർക്ക് ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. n ഈസ് ഈക്വൽ ടു 1. n എന്ന് പറയുന്നത് ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ഡു എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ അവിടെ യൂസ് ചെയ്തു. ഇനി നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ n പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു. അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള n പ്ലസ് പ്ലസ് കൊടുത്തു. പിന്നെ നമ്മൾ ആ ലൂപ്പ് ക്ലോസ് ചെയ്തിട്ട്, ലൂപ്പ് ബോഡി ക്ലോസ് ചെയ്തിട്ട് വൈൽ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തു. അതായത് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. അവിടെ ഇതിപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ n ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മൾ n ഈസ് ഈക്വൽ ടു 15 എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കുക. n ഈസ് ഈക്വൽ ടു 15 ആണ് സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്നത്. നേരെ നമ്മൾ
ലൂപ്പ് ബോഡി ആദ്യം വർക്ക് ചെയ്യും, 15 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. എന്നിട്ടാണ് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ 10 താഴെയാണോ 10 ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുള്ളൂ. പിന്നെ വർക്ക് ചെയ്യില്ല, കാരണം കണ്ടീഷൻ തെറ്റാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അവിടെ തെറ്റാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ ഈ ബോഡി ഓഫ് ദി ലൂപ്പ് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് 3 ലൂപ്പുകളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫോർ, വൈൽ, ഡു വൈൽ. ഫോറും വൈലും എൻട്രി കൺട്രോളിലെ ലൂപ്പാണെങ്കിൽ ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോളിലെ ലൂപ്പാണ്. ഫോറിൽ നോക്കാം, ഇനീഷ്യലൈസേഷൻ വിത്ത് ലൂപ്പ് ഡെഫിനിഷൻ. ഫോറിൽ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് ഡെഫിനിഷൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഫോറിൻ്റെ കൂടെയാണ് വരിക. വൈൽ ലൂപ്പിലാണെന്നുണ്ടെങ്കിൽ വൈൽ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഡു വൈൽ ലൂപ്പിൽ നമ്മൾ ലൂപ്പ് തുടങ്ങുന്നതിന് മുമ്പെയാണ് നമ്മൾ ലൂപ്പ് ഡെഫിനിഷന് മുന്നെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഫോർ ലൂപ്പിൽ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പ് ഡെഫിനിഷൻ്റെ കൂടെയാണ് വരിക. വൈൽ ലൂപ്പിലാണെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പിലാണ് വരിക. ഡു വൈൽ ലൂപ്പിലാണെന്നുണ്ടെങ്കിലും ബോഡി ഓഫ് ദി ലൂപ്പിലാണ് നമ്മുടെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരിക. ഫോർ ലൂപ്പ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വർക്ക് ചെയ്യുന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതായത് കണ്ടീഷൻ ശരിയാണെങ്കിലാണ് ലൂപ്പ് ബോഡി വർക്ക് ചെയ്യുള്ളൂ, തെറ്റാണെങ്കിൽ ലൂപ്പ് ബോഡി വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു പ്രാവശ്യം വർക്ക് ചെയ്യുന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. ആ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ശരിയാവണം. വൈലും അങ്ങനെ തന്നെയാണ്. കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദി ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഒരു ഗ്യാരണ്ടി ഇല്ല ഒരു പ്രാവശ്യമെങ്കിലും വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡു വൈൽ ലൂപ്പ് അങ്ങനെയില്ല, മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഡു വൈൽ ലൂപ്പ് അവിടെ വർക്ക് ചെയ്യും. ഇനി നമുക്ക് നെസ്റ്റഡ് ലൂപ്പ് എന്താണെന്ന് നോക്കാം. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ്. ഉള്ളിലുള്ള ലൂപ്പിനെ ഇന്നർ ലൂപ്പ് എന്നും പുറമെയുള്ള ലൂപ്പിനെ ഔട്ടർ ലൂപ്പ് എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രധാനമായിട്ടും 5 ടൈപ്പിലുള്ളതാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 5 ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. റിട്ടേൺ, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇവിടെ എക്സിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് C++ പ്രോഗ്രാം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിലും സ്വിച്ച് കേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ ലൂപ്പിൻ്റെ ആ എക്സിക്യൂഷൻ അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. അതിന് വേണ്ടിയിട്ടാണ് ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഒരു സ്വിച്ച് കേസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്രേക്ക് ഉണ്ട്. അതായത് ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ഉണ്ട്. അതായത് ആ സ്വിച്ച് കേസ് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വിച്ച് കേസിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കൺട്രോൾ ആ സ്വിച്ച് കേസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സ്വിച്ചിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫോറിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ആ ലൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ സ്വിച്ച് കേസിൻ്റെ പുറത്തേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇറ്ററേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജമ്പിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അതിന് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം, 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ for i = 1, i എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. അതിന് സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്. 10 വരെ വർക്ക് ചെയ്യണം. ഇവിടെ i++ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാം, നമ്മൾ ലൂപ്പ് ബോഡിയുടെ ഉള്ളിൽ ഇഫ് i = 5 ആവുന്ന സമയത്ത് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഐയുടെ വാല്യൂ വർക്ക് ചെയ്തിട്ട് 5 ആയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ആവണം. എന്നിട്ട് ലൂപ്പിൻ്റെ പുറത്തേക്കുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, 1, 2, 3, 4 ഒക്കെ അവിടെ പ്രിൻ്റ് ചെയ്തു. പിന്നെ അവിടെ 5 ആവുന്ന സമയത്ത് ബ്രേക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് ബ്രേക്കായി. അപ്പോൾ അവിടെ 5 പ്രിൻ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലൂപ്പിൻ്റെ കൂടെയാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. അതായത് ആ ലൂപ്പിൻ്റെ ഒരു ഇറ്ററേഷൻ അവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ അവിടെ, അതായത് 10 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇറ്ററേഷൻ അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ അവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം, 1 മുതൽ നമ്മൾ 10 വരെയാണ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. <10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 വരെയാണ് പ്രിൻ്റ് ചെയ്യുള്ളൂ.
ഇനി ഇവിടെ നോക്കുക, ഇഫ് ഐ ഈക്വൽ ടു 5 ആണോ നോക്കി, അതായത് 1 2 3 4 വരെ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഐ ഈക്വൽ ടു 5 ആണോ നോക്കി. 5 ആണോ നോക്കിയപ്പോൾ അവിടെ നേരെ പറഞ്ഞിരിക്കുന്നത് കണ്ടിന്യൂ എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴത്തെ സി ഔട്ട് ഐ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യില്ല, നേരെ പോവുക വീണ്ടും ആ ലൂപ്പിലേക്കാണ്. ഓക്കെ, അപ്പോൾ 5 അവിടെ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് 6 7 8 9 എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇറ്ററേഷൻ അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ അവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ബ്രേക്കും കണ്ടിന്യൂയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് എന്ന് പറയുന്നത് യൂസ്ഡ് വിത്ത് സ്വിച്ച് ഓർ ലൂപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. കണ്ടിന്യൂ എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇനി ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് ലൂപ്പിൻ്റെ പുറത്തേക്ക് കൺട്രോൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ലൂപ്പിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ പുറത്തേക്ക് വരികയല്ല ചെയ്യുക, ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ബ്രേക്ക് എന്ന് പറയുന്നത് ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷേ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഒരെണ്ണം സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മീൻസ് ഒരു ഇറ്ററേഷൻ അവിടെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റും ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രോഗ്രാമിൻ്റെ എവിടേക്ക് വേണമെങ്കിലും ഈ കൺട്രോൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കാണോ ജമ്പ് ചെയ്യേണ്ടത്, ടാർഗറ്റഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയും. ആ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ്റെ അവിടെ നമുക്കൊരു പേര് കൊടുക്കും. അതായത് ഏത് കോഡിലേക്കാണോ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷന് നമ്മൾ ഒരു ലേബൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്യും. അതൊരു ഐഡൻറ്റിഫയർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി ഇവിടെ സിൻറ്റാക്സ് നോക്കാം. ഗോ ടു ലേബൽ, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ലേബൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് ഐ ഈക്വൽ ടു 1 ഒരു വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു ലേബലാണ്, അത് നമ്മൾ കോളൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്തു. സ്റ്റാർട്ട്, അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർട്ട് എന്ന് പറയുന്ന ലേബലിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ലേബലിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് സി ഔട്ട് ഐയും ++ ഐയും ഇഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇനി നമുക്ക് നോക്കാം. സ്റ്റാർട്ടിൻ്റെ ഉള്ളിൽ ഓരോന്ന് വർക്ക് ചെയ്തു. ഇഫ് ഐ ലെസ് ദാൻ ഈക്വൽ ടു 50 വരെ വർക്ക് ചെയ്തു. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗോ ടു സ്റ്റാർട്ട് എന്നാണ്. ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിലേക്ക് തിരിച്ച് പോവുക. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ലേബൽ ഉണ്ടല്ലോ, ലേബലിലേക്കാണ് പോവുക. അതായത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഐയുടെ വാല്യൂ 50-നും താഴെയാണെങ്കിൽ വീണ്ടും ആ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. 1 മുതൽ 50 വരെ ലൂപ്പ് ഇല്ലാണ്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. എവിടേക്കാണോ ജമ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു പേര് കൊടുക്കും. ആ പേരിനെയാണ് നമ്മളവിടെ ലേബൽ എന്ന് പറയുക. ലേബൽ നമ്മൾ കോളൻ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക. ലേബലിൻ്റെ അണ്ടറിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. നമ്മൾ ഗോ ടു ആ ലേബലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയി.